ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നോക്കാം. ആൻഡമാൻ ഇൻ്റർനാഷണൽ ഓപ്പൺ റേറ്റഡ് ചെസ് ടൂർണമെൻറ്റിൽ ജേതാവായ മലയാളി താരം. ആൻഡമാൻ ഇൻ്റർനാഷണൽ ഓപ്പൺ റേറ്റഡ് ചെസ് ടൂർണമെൻറ്റിൽ ജേതാവായ മലയാളി താരമാണ് ആരുഷ്. അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വനിതാ വികസന കോർപ്പറേഷൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 181. അന്താരാഷ്ട്ര നാണയനിധിയുടെ IMFൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ഊർജിത് പട്ടേലാണ്. 2025 ദേശീയ ചെറുകിട വ്യവസായ ദിനം ഏതാണ്? ഓഗസ്റ്റ് 30 വ്യവസായ ദിനം. 2026 സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയാണ്? 7.8. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിനായി മുഖ്യമന്ത്രി മഹിളാ റോജ്ഗർ യോജനയ്ക്ക് അംഗീകാരം ലഭിച്ച സംസ്ഥാനം ബീഹാറാണ്. 2025 ജൂലൈയിൽ ഇന്ത്യയുടെ വ്യാവസായിക ഉൽപ്പാദന സൂചിക വളർച്ച 3.5. വ്യാവസായിക ഉൽപ്പാദന സൂചിക വളർച്ച 3.5. ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് ലേസർ തിമിര ശസ്ത്രക്രിയ നടത്തിയ സ്ഥാപനം ആർമി ഹോസ്പിറ്റൽ റിസർച്ച് ആൻഡ് റഫറൽ ആണ്. കോളേജ് വിദ്യാർത്ഥികൾക്കായി പുതിയ സ്പെഷ്യൽ ബസ്സുകൾ ആരംഭിച്ചത് ന്യൂഡൽഹിയാണ്. 2025 ഫിലിം ഫെയർ അവാർഡുകൾക്ക് തുടർച്ചയായി രണ്ടാം വർഷവും ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. താങ്ക് യു.